ഹലോ, നമുക്കിന്ന് ഉച്ചയ്ക്ക് കുറച്ച് നല്ല ഫ്രഷ് കുഞ്ഞമത്തി കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് മീൻ പേരുണ്ടാക്കിയാലോ? അപ്പോൾ മീൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ കളഞ്ഞ്. പിന്നെ അതിലേക്ക് ആവശ്യം ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഇത് മമ്മിയാണ് ഉണ്ടാക്കണത്. മമ്മിക്കെല്ലാം കൈക്കണക്കാണ്. ഏകദേശം 1 കിലോയുടെ മീനുണ്ട്. അതിന് നമ്മൾ കുറച്ചധികം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചുവന്നുള്ളി, പിന്നെ തേങ്ങ 1 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്നിട്ട് പതുക്കെ ഒന്ന് ഒതുക്കിയെടുക്കണം നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട്. ഇനി അതിലേക്ക് ഈ അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം, പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കണം, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇതെല്ലാം എടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഒതുക്കിയെടുത്ത് മാറ്റി വയ്ക്കണം. പിന്നെ ഒരു ചട്ടി എടുക്കുക. നമ്മൾ ഏതിനാണോ പീര ഉണ്ടാക്കണം ആ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മീൻ പീര അടിയിൽ പിടിക്കും. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ഒതുക്കി വെച്ചേക്കണം നമ്മുടെ തേങ്ങയുടെ കൂട്ട് അതിട്ട് കൊടുക്കുക. തേങ്ങ നല്ലതായിട്ട് അരഞ്ഞിട്ടൊന്നുമില്ല, ഏകദേശം ഒന്ന് ക്രഷായിട്ടേ ഉള്ളൂ. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള. ഈ അരപ്പിന് തന്നെ നല്ലൊരു സ്മെല്ലുണ്ട്, നമുക്ക് അവിടെ നിൽക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ച ചുവന്നുള്ളി, നമ്മുടെ വെളുത്തുള്ളി, പിന്നെ നമ്മുടെ പച്ചമുളക്, പിന്നെ ഇഞ്ചി, ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിടണം. ഈ മീൻ പീരയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ് മീൻ പീര. മിക്കതും നമുക്ക് നത്തോലി അല്ലെങ്കിൽ കൊഴുവ എന്ന് പറയും, ആ മീൻ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാറ്. പിന്നെ മത്തി ഇങ്ങനെ ചെറുത് കിട്ടുവാണെങ്കിൽ അത് വെച്ചും ഉണ്ടാക്കും. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ 2 മീനാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ വേറെ ഏതെങ്കിലും മീൻ വെച്ച് പീര ഉണ്ടാക്കും, നമുക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇഞ്ചി മമ്മി പിന്നെയും ചെറുതാക്കി അരിഞ്ഞിടുന്നുണ്ട്. ഇഞ്ചി ആദ്യമേ നമ്മൾ അരിയാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ ഇഞ്ചി നമ്മളിപ്പം ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം അരച്ചപ്പോൾ അതിൽ നമ്മളൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിട്ടാണ് നമ്മൾ നമ്മുടെ അരപ്പ് ക്രഷ് ചെയ്തെടുത്തത്. നമ്മുടെ തേങ്ങയും ചുവന്നുള്ളിയും ഉള്ള ആ ഒരു കൂട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്തപ്പോൾ നമ്മൾ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയുടെ ഇട്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ആവശ്യം നമ്മുടെ വാളംപുളിയാണ്. ഒരു നാരങ്ങ വലുപ്പത്തിൽ, ചെറിയ നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി നേരത്തെ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. അപ്പോൾ നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം നമുക്ക് ഏകദേശം നമ്മുടെ പീര വയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടു. ഇനി നമുക്ക് ചെറിയൊരു സ്പൂൺ വെച്ച് നമ്മുടെ ഈ കൂട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇളക്കി റെഡിയായി കഴിയുമ്പോൾ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തി ഇനി നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കണം. ഈ മത്തി നമുക്ക് താഴെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണ്. അവിടെ രാവിലെ പോയി കഴിഞ്ഞാൽ അന്ന് വരുന്ന ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് മേടിച്ചതാണ്. അവർ തന്നെ നന്നാക്കി തന്നു, നല്ല വൃത്തിയായിട്ട്. പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് കഴുകി പുളിവെള്ളം ഒഴിച്ച് കഴുകി അതിൻ്റെ ഉളുമ്പൊക്കെ പോയി. അപ്പം അധികം സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ചെറിയൊരു തവി വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ മീൻ ഉടഞ്ഞു പോകാതെ. ഞങ്ങളുടെ മമ്മിക്കുള്ള ഏറ്റവും വലിയ പരാതിയാണ് എന്ത് കറി ഉണ്ടാക്കിയാലും കറി അടുപ്പത്തിരുന്ന സമയത്ത് നമ്മൾ ഇന്ന് എപ്പോഴും ഇളക്കുമെന്ന്. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓണാക്കി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. ഇനി നല്ലതായിട്ട് തിളച്ച് ഏകദേശം ഒരു കുക്കിംഗ് ടൈം ഒരു 10-15 മിനിറ്റ് എടുക്കുള്ളൂ. അതിനുള്ളിൽ നമുക്ക് റെഡിയായി കിട്ടും. ഒരു 15 മിനിറ്റ് ശേഷം ഞാൻ വന്നപ്പോൾ കാണുന്നതാണിത്. കറി നല്ലോണം വറ്റി, വെള്ളമൊക്കെ വറ്റി, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഈ ഇളക്കുന്നത് ഞാനാണ്, മമ്മി കാണാതാണ് ഞാൻ ഈ ഇളക്കണത്. പ്രത്യേകം പറഞ്ഞിട്ട് പോയതാണ് ഇളക്കരുത്, ചിറ്റിക്കാനേ പാടുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ അറിയാതെ ഒന്ന് ഇളക്കി. അത് എൻ്റെ ഒരു ഹാബിറ്റാണ്, കറി ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കുക. അപ്പോഴത്തേക്കും മമ്മി വന്നു അവിടെ. അപ്പോൾ ഇനി അടുത്തത് വേണ്ടത് കുറച്ച് കറിവേപ്പില. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇനി ഇടണം. അത് മമ്മി അവിടെ നേരത്തെ തന്നെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിവേപ്പില ഇട്ടു. ഇനി ഞാൻ ചോദിച്ചപ്പോൾ അടുത്ത ഐറ്റം വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ കൈ പിടിച്ചാണ് ഞാൻ നിൽക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ആണ് ലാസ്റ്റ് അതിൻ്റെ ട്രിക്ക്. ഞാൻ ഇളക്കിയ കാര്യമൊന്നും ആൾക്കറിയില്ല. ആൾ വന്നപ്പോൾ നോക്കി വെച്ചിട്ട് പോയ പോലെയല്ല കറി ഇരിക്കുന്നത്. എന്ത് പറ്റിയെന്ന് ആൾ ആലോചിക്കുന്നുണ്ടാവും. എന്നാലും ഞാൻ കഷ്ണങ്ങളൊന്നും ഒടിച്ച് കളഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കഷ്ണങ്ങളൊക്കെ മീനിൻ്റെ. ഇനിയും മമ്മി പറഞ്ഞു ഒന്ന് ഇതൊക്കെ ഒന്ന് ചിറ്റിച്ച് റെഡിയാക്കി വെച്ചാൽ മതി, അത് കഴിഞ്ഞിട്ട് മൂടി വെച്ചിടാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിക്ക്. അപ്പോൾ നമ്മുടെ മീൻ പീര റെഡി. എല്ലാവരും ഫുഡ് കഴിച്ചോളൂ. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.